അധികം മൂക്കാത്ത തേങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ചിരവിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൂണ്ടെടുത്തിരിക്കുകയാണ്. അതിലേക്ക് 2 കപ്പ് പച്ചരി കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഈ ഒരു മിക്സിയുടെ ജാറിലുള്ള അരിയിൽ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അരച്ച് കൊടുക്കുന്ന സമയത്ത്. ഇനി ചൂടായിട്ടുള്ള കുഴിയപ്പ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. കുക്കാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അരക്കുന്ന സമയത്ത് കൂടുതൽ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അധികം മൂക്കാത്ത തേങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ കരിക്ക് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കാറ്. ഞാനിപ്പോൾ മൂക്കാത്തൊരു തേങ്ങ കിട്ടിയ സമയത്ത് അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നല്ല ബീഫ് വരട്ടിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്